അങ്ങനെ നമ്മൾ ജയ്സൽമേറിലെ റൂമിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ ബിൽഡിങ്ങും എല്ലാ റൂംസും എല്ലാം പണ്ടത്തെ രാജാക്കന്മാരുടെ ആ ഒരു സ്റ്റൈലാണ്. എന്നുവെച്ചപ്പോൾ റൂമിൽ തന്നെ കണ്ടോ പല്ലക്കിൻ്റെ പോലത്തെ ഒരു ഏരിയ ഉണ്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി, ഒരു സെപ്പറേറ്റ് ഏരിയ. അതേപോലെ തന്നെ വീടുകളാണെങ്കിലും ഷോപ്പുകളാണെങ്കിലും ഹോട്ടൽസ് ആണെങ്കിലും എല്ലാം ഓൾമോസ്റ്റ് ഒരേ നിറമാണ് അതിന്. ഏകദേശം നമ്മുടെ ഗോൾഡിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്മളെ ഈ യെല്ലോ സ്റ്റോൺ, അതായത് മഞ്ഞ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ മഞ്ഞ കല്ല്. അതെ, ഇവിടെ ഒരു കോട്ട ഉണ്ട്, കോട്ട അങ്ങനെ തന്നെ. പിന്നെ ഇവിടുത്തെ ജംഗ്ഷനിലെ ഈവൻ ലൈറ്റ് പോലും അങ്ങനത്തെ ഒരേ കളറിലാണ്. ഏകദേശം ഈ ഹോട്ടലും അങ്ങനെ തന്നെയാണോ, ഈ കളറിലാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മൾ പുറത്തിറങ്ങുമ്പം ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അതെ അതെ, അപ്പോൾ ചിലപ്പോൾ ഇതിന് കർട്ടൻ മാറ്റിയാൽ പുറത്തേക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് വീടുകൾ വരെ ഒരേ കളറിലുള്ളത് കണ്ടോ. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ സംഭവം എന്താണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഈ കർട്ടൻ ഇങ്ങനെ മാറ്റാം. കണ്ടോ, നമ്മൾ കർട്ടൻ മാറ്റിയാൽ കണ്ടോ പുറത്തൊരു കാണിച്ചു തരാം. കണ്ടോ, പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ബിൽഡിങ്സ് കാര്യങ്ങൾ. ഓക്കെ, ആ ദൂരെ കാണുന്നത് കണ്ടോ, ഇത് ഒരു ഫോർട്ടാണ്, കോട്ടയാണ്. അതിനും അതേ കളറാണ് വരുന്നത്. ഓക്കെ, അതേപോലെ കണ്ടോ ഇതൊരു ഹോട്ടലോ സാധാ ബിൽഡിംഗ് എന്തോ ആണ്, അതിനും ഇതേ കളറാണ് വരുന്നത്. കണ്ടോ, ഇവിടെയുള്ള ഈ ഒരു കുഞ്ഞ് ബാത്റൂം എന്തോ സാധനമാണ്, അതിനും ഇതേ കളറ്. മതിലുകൾക്ക് ഒരേ കളറ്. കണ്ടോ, ഈ ഇരിക്കാൻ എല്ലാത്തിനും ഒരേ കളറായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. IPL കണ്ടിട്ടേ ഫുഡ് കഴിക്കാൻ മറന്നുപോയി. ഞാനിപ്പം സമയം ഏകദേശം 10 മണി കഴിഞ്ഞു. വന്നിട്ട് ഒരു സ്ഥലത്ത് ഫുഡില്ല. അങ്ങനെ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. സൗത്ത് ഇന്ത്യൻ എന്നാണ് പറയുന്നത്. ഗീ റോസ്റ്റാണ് പറഞ്ഞത്. ഗീ റോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെന്ന് വെച്ചാൽ ഗീ റോസ്റ്റിൻ്റെ ഇടയിൽ ശരിക്കും നമ്മുടെ മസാല ദോശയുടെ അതേപോലെ ഉണ്ട്. മസാല ദോശയും ഗീ റോസ്റ്റും തമ്മിൽ വ്യത്യാസം എന്താണെന്നാണ് മനസ്സിലാവാത്തത്. രാജാവാണ് ആ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട് നന്നായിട്ട്. ഞാൻ ഇപ്പോൾ വിളിച്ചിട്ട് എടുക്കില്ല. രാജാവിന് വല്ല പാർസൽ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. രാജസ്ഥാൻ റോയൽസിൻ്റെ കളി രാജസ്ഥാനിലിരുന്ന് കണ്ടതുകൊണ്ടായിരിക്കും മൈൻഡ് മൊത്തം ഔട്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാനും മറന്ന്. പിന്നെ രാജാവാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കിടന്ന് ഭയങ്കര ഉറക്കം. ഞാൻ കളിയും കണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് സമയം 10 മണി കഴിഞ്ഞ്. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല, എത്ര മണിക്ക് കടകൾ അടയ്ക്കുമെന്ന്. പ്രതീക്ഷ പോലെ തന്നെ ഒരു കടയില്ല, ഒന്നുമില്ല. ഈ ഒരു 10 മണി ആകുമ്പോഴേക്കും ആളുകളൊക്കെ കയറി കിടന്നെന്ന് തോന്നുന്നു. അങ്ങനെ നോക്കിയപ്പോൾ 2 കട കണ്ട്. ഒന്ന് ചോറ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്, ഈ ഒരു കുഞ്ഞു കട. പിന്നെ അപ്പോൾ അവിടെ പോയി ചോറും കാര്യങ്ങളും ഓർഡർ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് കട അടച്ചത്. അങ്ങനെ പിന്നെ വേറൊരു ദോശക്കട, സൗത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു ദോശക്കട കണ്ട് അവിടെ കയറി ഒരു ഗീ റോസ്റ്റാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ സംഗതി ഗീ റോസ്റ്റ് പോലെ ഒരു ദോശ തന്ന്, പക്ഷെ ഉള്ളിൽ മസാല ദോശൻ്റെ മസാല എല്ലാം ഇട്ടും തന്നു. അപ്പം ഇനി മസാല ദോശ പറഞ്ഞാൽ എന്താണാവോ അവർ തരിക. അങ്ങനെ ഒരുവിധം കഴിച്ചത് ഒരു കുപ്പി വെള്ളവും വാങ്ങി തിരിച്ച് നടക്കുകയാണ്. അല്ല, ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകളും ചെറിയ ചെറിയ ഹോട്ടൽസൊക്കെയാണ്. എല്ലാത്തിനും ഒരേ കളറാണ്. നമ്മുടെ മണ്ണിൻ്റെ, സാൻഡിൻ്റെ, അതായത് ഈ മണൽപ്പരപ്പില്ലേ നമ്മുടെ മരുഭൂമിയിലെ, അതേ കളറാണ്. രാവിലെ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്, മീൻസ് പകൽ വെളിച്ചത്തിൽ. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ജയ്സൽമേറിലെ റൂം 10 മണിയായി സമയം. ജയ്സൽമേറിലെ റൂം നമ്മൾ വെക്കേറ്റ് ചെയ്യണം. ഓക്കെ, ചോദിച്ചു നോക്കുന്ന എന്നാൽ പിന്നെ അവിടെ കയറാം.
കണ്ടോ, ഈവൻ ഹോട്ടലിൻ്റെ റൂമിലെ കോറിഡോർ പോലും കോട്ടയുടെ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ട്. നമുക്ക് രണ്ട് സൈഡിലും കണ്ടോ, ഇതേ കളറാണ് ഇവിടെ എല്ലാ വീടുകളിലും എല്ലാ ഷോപ്പുകളിലൊക്കെ ഇതേപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. ഏകദേശം ഒരു ഗോൾഡൻ കളർ, ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ കളർ സിറ്റിയാണ്. ഈവൻ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് പോലും അങ്ങനെയാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, വളരെ ഭംഗിയുണ്ട്. ഓക്കെ, കണ്ടോ, നല്ല അടിപൊളി സംഗതികളാണ്. അപ്പോൾ നമ്മളത് ഹോട്ടലിന് പുറത്ത് ഇറങ്ങി. പക്ഷേ ഇത് നോക്ക്, ഒരു വീട് എന്തോ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആ വീട് പോലും. പിന്നെ കണ്ടോ, അടുത്ത ബിൽഡിംഗ് നോക്ക്, ശരിക്കും ഒരു കോട്ടയുടെ ആ ഒരു ഇതിൽ കണ്ടോ, ഇതാണ്, ഇതേപോലെയാണ് എല്ലാം. അപ്പോൾ ഇന്നത്തെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തു. ജയ്സൽമേറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ജയ്സൽമേറിൽ നിന്ന് ഇനി ഏകദേശം ഒരു 150ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഒരു ബോർഡർ ഉണ്ട്. അത് നമുക്ക് ഗുജറാത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ രാജസ്ഥാനിലെ ബോർഡർ കാണാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അത് അവിടെ നമ്മൾ ID കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കടത്തി വിടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാണ്, തെറിക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അവിടെ നിന്ന് നേരെ ഒരു രാത്രി ഡെസേർട്ട് സഫാരി ഉണ്ട്. അതായത് നമ്മൾ ഒട്ടകത്തിൻ്റെ പുറത്ത് നമ്മളെ കയറ്റിയിട്ട് രാത്രി മരുഭൂമിയുടെ നടുവിൽ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ സ്റ്റേ അടിക്കും. ഭക്ഷണം കാര്യങ്ങളൊക്കെ അവർ തരും. അപ്പോൾ അങ്ങനെ ഒരു സഫാരി ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തിരിച്ച് ഈ സെയിം സ്ഥലത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, വന്ന് റൂം സ്റ്റേ ചെയ്യും. റൂം കാര്യങ്ങളൊക്കെ നന്നായിരുന്നു, നല്ല സർവീസായിരുന്നു, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, റൂമിൻ്റെ റെൻറ്റ് വരുന്നത് വെറും 500 രൂപയായിരുന്നു. ഓക്കെ, 2 പേർക്ക് നല്ല അടിപൊളി മഞ്ചലുള്ള റൂമാണ് കിട്ടിയത്. ഓക്കെ, കണ്ടോ, ഇതെല്ലാം വീടുകളാണ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിൻ്റെയും ഇത് കണ്ടോ, ഡിസൈൻ ഒരു ഗോൾഡൻ കളറാക്കിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. കണ്ടോ, അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ തെരുവുകളും എല്ലാ വീടുകളും എല്ലാം വരുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതിൽ കാണുന്ന പോലെ നല്ല, ആക്ച്വലി ഇതിനേക്കാൾ നല്ല ഭംഗിയുണ്ട്. ശരിക്കൊരു സ്വർണത്തിൻ്റെ നിറമാണ് എല്ലാത്തിനും ഉള്ളത്. കാണുന്നൊരു ഹോട്ടലാണ്. അതിൻ്റെയും ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. വളരെ ഭംഗിയുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു ഹോട്ടലാണ്. ഇത് സ്ട്രീറ്റ് ലൈറ്റാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഈ സ്ട്രീറ്റ് ലൈറ്റിന് പോലും അതേ ഒരു ഷെയ്ഡാണ് അവർ കൊടുത്തത്. ഒരു ഗോൾഡൻ കളർ ഷെയ്ഡ് സ്ട്രീറ്റ് ലൈറ്റ് കാണാൻ പറ്റും. കണ്ടോ, ഈ നിരയിൽ മൊത്തം കണ്ടോ സ്ട്രീറ്റ് ലൈറ്റ്. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റും കണ്ടോ. അപ്പോൾ നമുക്ക് ഫുൾ ടാങ്കിന് 2 കട്ട മാത്രമേ കുറവുള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ അത് ടാങ്കിൽ ഫുള്ളാക്കി വെക്കുകയാണ്. കാരണം നമ്മൾ പോണത് ബോർഡറിലേക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് അറിയില്ല ഇനിയിപ്പം പെട്രോൾ പമ്പ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ. അപ്പോൾ നമ്മൾ മാക്സിമം ടാങ്ക് ഫുള്ളാക്കിയിട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. ഓക്കെ, അപ്പോൾ രാജസ്ഥാനിലെ പാകിസ്ഥാൻ്റെ ബോർഡറായ ലോങ്കേവാലയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ രാംഘർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സിറ്റിയിലാണ് നമ്മളിപ്പം അടുത്ത ബ്രേക്ക് എടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞു സിറ്റിയാണ്. സിറ്റി എന്ന് പറയാൻ വയ്യ, ഒരു ഗ്രാമം. കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ സൈന്യത്തിൻ്റെ വണ്ടികളൊക്കെ ഉണ്ട്. ശേഷം ഇതൊക്കെ ഒരു ബോർഡറായിട്ട് വരും. ഏകദേശം ബോർഡറിൻ്റെ
ഗ്രാമങ്ങൾ തന്നെയാണ്. അപ്പോൾ അടുത്ത ബ്രേക്ക് നമ്മളിവിടെ ഇവിടുന്ന് ഏകദേശം ഒരു 50-56 കിലോമീറ്ററാണ് നമ്മുടെ ലോങ്കേ വാലിയിലേക്കുള്ളത്. അവർക്ക് പെർമിഷൻ കിട്ടില്ലെന്ന് അറിയില്ല, എന്നാലും നമ്മളൊന്ന് ശ്രമിക്കും. അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൗതുകം നിറഞ്ഞ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിപ്പം രാജസ്ഥാൻ്റെ വണ്ടികളാണ്. ഓക്കെ, അപ്പോൾ കണ്ടോ, ഈവൻ ഞാനത് ചൂണ്ടിക്കാണിക്കണില്ല, കാരണം നമ്പർ പ്ലേറ്റിൽ പോലും കണ്ടോ ഒരു ഫോട്ടോ ഒക്കെ കാറിൻ്റെ ഉടമയുടെ നല്ല അടിപൊളി സെറ്റ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം RTO അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിളിൻ്റെ ആൾക്കാരൊക്കെ പിടിച്ച് നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഫൈൻ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അതിന് അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ലാന്ന് തോന്നുന്നു കാര്യങ്ങൾ. കാരണം ഗുജറാത്തിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലൊക്കെ ചില ഗ്രാമങ്ങളിൽ ബസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഈ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ കീഴെ ഇങ്ങനെ പിന്നെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ കാണാം. അപ്പം നമ്മൾ വിചാരിക്കും ബസ് ഇപ്പോൾ വരുന്നു. പക്ഷേ വരുന്ന എന്താണ് ഗുഡ്സ് ഓട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഇതാ ഈ നായ്ക്കുറുക്കം പോലത്തെ വണ്ടിയില്ലേ, ഇതാ ഇങ്ങനത്തെ വണ്ടി വന്നിട്ട് അതിൽ ബാക്കിൽ നിറയെ ആളുകളെ എന്ത് ചെയ്യും കയറ്റിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വണ്ടി ഹാൾട്ട് ചെയ്തപ്പോഴേ കേരള രജിസ്ട്രേഷൻ കണ്ടിട്ട് ഒരു അസ്ലം ഭായി കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസ്ലം ഭായിക്ക് നമ്മുടെ നാട്ടിലൊരു കണക്ഷൻ ഉണ്ട്, ഒരു പാർട്ട്ണർ ഷംസുദ്ദീൻ നമ്മുടെ ഉമ്മാൻ്റെ വീട്ടിൽ സൈനുദ്ദീൻ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്ത് തിരുനാവായ പട്ടണടക്കാവിലുള്ള ആളാണ്. അപ്പോൾ പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താന്നൂര് ബ്ലോക്കിൻ്റെ അവിടെ ബ്ലോക്കിൽ വർക്ക് ചെയ്യുന്ന കാട്ടിലങ്ങാടിയുള്ള ഷഹനാസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ സൈനുദ്ദീൻ്റെ വൈഫിൻ്റെ പേര് ഷഹനാസ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ സൈനുദ്ദീൻ അവരെ ഇക്കനെ വിളിച്ച് സംസാരിച്ച് അപ്പോൾ നമ്മൾ ഇവിടെ ഈ നാട്ടിൽ വന്നിട്ട് ഇത്രയും കണക്ഷനുള്ള ഒരാളെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു അതും ബ്ലോക്കിൻ്റെ അവിടെയും തിരുനാവായ ഉമ്മാൻ്റെ വീടിൻ്റെ അടുത്തും ഉള്ള കണക്ഷനുള്ള ഒരു ആൾക്കാരെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കരുതുന്നുണ്ട്. ഓക്കെ ബൈ, വിൽ മീറ്റ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതന്നെ ഓരോ ഡെസേർട്ടിൻ്റെ ഓരോ ഏരിയ ഓരോ രീതിയിലാണ്. ഇവിടെ വെജിറ്റേഷൻ എങ്ങനെയാണ് നമ്മളെ പോകുന്ന സാൻഡ് ഡ്യൂൺസിനകത്ത് ഒന്നുമില്ലായിരിക്കും. ഓടുന്നത് അപ്പോൾ നമ്മൾ ബൈക്കിന് പോകാമെന്ന് വിചാരിച്ചു ബോർഡറിലേക്ക്. പക്ഷേ ഇവിടെയും ബൈക്ക് അക്സെപ്റ്റബിൾ അല്ല. പക്ഷേ ഇവിടെ നിന്നൊരു ജീപ്പിൽ നമ്മളെ കൊണ്ടുപോയിട്ട് അങ്ങനെ സർവീസ് ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ജീപ്പ്. അതിനുശേഷം 1000 രൂപയാണ് അവർ ചോദിക്കുന്നത്. 20 കിലോമീറ്ററാണ് ഇവിടുന്ന് ബോർഡറിലേക്കുള്ളത്. ടനോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ പോണതിന് മുമ്പായിട്ട് നമ്മൾ ആധാർ കാർഡ് കാര്യങ്ങൾ, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ പോണ വണ്ടിയുടെ ഇൻഫർമേഷൻസ് എല്ലാം ഈ ബാക്കിൽ കാണുന്ന കണ്ടോ, ഇവിടെ ആളുകൾ കൂടിക്കുന്നുണ്ടല്ലേ. ഇവിടെ മിലിറ്ററിയുടെ ഒരു കൗണ്ടറാണ്. ആ കൗണ്ടറിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രമേ
നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള അനുമതി കിട്ടുകയുള്ളൂ. നമ്മുടെ രാജാവ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ പരിപാടികളും ഫില്ല് ചെയ്ത് നമ്മളത് ഇന്നോവയാണ് വണ്ടി. നമ്മളത് ഇന്നോവയിൽ കയറുകയാണ്. അപ്പോൾ ഗുജറാത്തിൽ നമ്മൾ നടക്കാതിരുന്ന ദൗത്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്വപ്നം നമ്മൾ രാജസ്ഥാനിൽ വന്നപ്പം ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഇന്നോവയിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഡ്രൈവറുണ്ട്. 1000 രൂപയാണ് ചാർജ് വരുന്നത്. ഞാൻ പറഞ്ഞില്ല, 20 കിലോമീറ്ററാണ് ഇവിടുന്ന് അങ്ങോട്ട് ബോർഡറിലേക്കുള്ളത്. നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ കഴിഞ്ഞിട്ട് വരാം. बाइक सिर्फ अलाउ नहीं है। हाँ क्यों है? रीजन क्या है? वो बीएसएफ का ये कुछ मामला है सर, अपने को पता नहीं। कृष्णागर इधर भी हम लोग चेक किया था, मतलब गुजरात में है ना नंदाबेट, हाँ उधर भी अलाउ नहीं हुआ बॉर्डर एरिया. റോഡ് തുടങ്ങുന്ന മുമ്പ് തന്നെ ഒരു സെക്യൂരിറ്റി ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നമ്മുടെ ഡ്രൈവർ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അത് അവരുടെ ബുക്കിലേക്ക് അവർ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ കാണാം ഒരു കഴുത. 1-2 കഴുതകളുണ്ട്. ഒരു കൂട്ടം കഴുതകൾ കണ്ടോ? കണ്ടോ? കഴുതകളൊരു കൂട്ടം തന്നെ. അപ്പോൾ നമ്മളങ്ങനെ എത്തിയിട്ടാ സംഭവം. ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡർ, രാജസ്ഥാനിലെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബോർഡറിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഈ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാൻ ഇന്ത്യയിലേക്കും ഇപ്പം നിലവിൽ വരാൻ പറ്റുള്ളൂ. അത് വാഗ ബോർഡറാണ്, പഞ്ചാബിലെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊന്നും ഒരു മനുഷ്യൻ അങ്ങോട്ടോ ഒരു മനുഷ്യൻ ഇങ്ങോട്ടോ തിരിച്ച് വരാൻ പറ്റില്ല. ഇന്തോ പാക് ബോർഡർ. ആ ഇങ്ങോട്ട് ബൈക്ക് അലൗഡല്ല. ഒരിടത്തും ഗുജറാത്തിലാണ്, ഇവിടെ ആണെന്നും ബൈക്ക് അലൗഡല്ല. 4 വീലർ കൊണ്ട് വന്നാൽ പറ്റും, ഇല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും പ്രൈവറ്റ് വെഹിക്കിൾ കിട്ടുമെങ്കിൽ അതെടുത്തിട്ട് വരേണ്ടി വരും. അപ്പം നമ്മളിപ്പോൾ തിരിച്ചു പോവാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് അതിൻ്റെ കുറച്ചൊരു 100 മീറ്റർ ദൂരെയാണ് മറ്റേ ഫെൻസിങ്, അതായത് ലൈൻ കമ്പി. അറിയാമല്ലോ, ഒരു വേലി പോലെ ഇന്ത്യയും പാകിസ്ഥാനും കെട്ടിയിരിക്കണേ. പക്ഷേ നമുക്ക് ഈ ബോർഡർ ഈ ഒരു കമാനം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ഒരു വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും കാര്യങ്ങളെല്ലാം കണ്ടു. നമ്മുടെ സൈനികർ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതേപോലെ തന്നെ അതിൽ പിന്നെ എന്താ പറയുക, അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോവാണ്. ഇതാ വണ്ടിക്കാരൻ വന്നിട്ടുണ്ട്. ഇനി ഈ റൂട്ട് വഴി നേരെ നമ്മൾ ഏകദേശം 20 കിലോമീറ്റർ പോയിട്ട് നമ്മളെ ബൈക്ക് എടുത്തിട്ട് നമ്മൾ ലോങ്കിവാലയിൽ പോകും. ഓക്കെ, അതെ, അവിടെ വാർ മ്യൂസിയം എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഇന്ന് പോയി കാണണമെന്നാണ് നമ്മളെ പ്രതീക്ഷ. ഓക്കെ, കണ്ടോ ഒട്ടകം?